മീഡിയാസിലേക്ക് സ്വാഗതം. പേട്രിയോട്ടിൻ്റെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളായി ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ 20 കോടിയോളം ടച്ച് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു കൊയ്ത്ത് തന്നെയായിരുന്നു അവസാന മണിക്കൂറുകളിൽ. GCCയിൽ സിനിമ റെക്കോർഡാണ് തൂക്കിയിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ GCCയിൽ നിന്ന് $800K നേടിയിരിക്കുന്നത്. അതായത് 7.55 കോടിയാണ്. അതായത് കേരള കളക്ഷൻ്റെ മുകളിലാണ് ഇവിടെ നിന്ന് നേടിയിരിക്കുന്നത്. ഫൈനലായി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 8 കോടിക്ക് മുകളിലായിരിക്കും GCC കളക്ഷൻ എന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രാത്രി 11:15 വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 5,50,00,000 രൂപ സിനിമ കടന്നിരുന്നു. ഒരു പക്ഷേ 6 കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിലും സിനിമയ്ക്ക് കളക്ഷൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,75,00,000 രൂപ നേടിയ ചിത്രം വേൾഡ് വൈഡ് അഡ്വാൻസ് ആയിട്ട് 20 കോടി മാർക്ക് കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ്. എന്തായാലും മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന ഈ ഒരു ചിത്രത്തിന് വേണ്ടി നമ്മൾ ഏവരും കാത്തിരിക്കുകയാണ്. ഒരു പക്ക കൊമേഴ്ഷ്യൽ തട്ടുപൊളിപ്പൻ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ആ പേജ് അങ്ങ് മടക്കി വെച്ചേര്. ഇതൊരു ഗംഭീര നല്ല സിനിമ തന്നെയായിരിക്കുമെന്നുള്ള ഉറപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലാൽ പെർഫോമൻസ്, ഒപ്പം ഫഹദും കുഞ്ചാക്കോ ബോബനുമൊക്കെ തകർത്താടുന്ന ചിത്രമായിരിക്കും. നയൻതാര ഷോ സ്റ്റീൽ ചെയ്യുമോ എന്ന ചോദ്യം വരുമ്പോൾ GCCയിൽ അഴിഞ്ഞാട്ടം ഉണ്ടാകുക തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ലാപ്പ് അതിഗംഭീരമാണ്. ഏകദേശം 10 മണി വരെയുള്ള കണക്കുകൾ, അല്ലെങ്കിൽ 10 അല്ല, ഏകദേശം 8 മണി വരെയുള്ള കണക്കുകളിൽ 18 കോടി കടന്ന ചിത്രം 20 കോടി കടന്നു എന്നുള്ളതാണ്. കേരള GCC രാജ്യങ്ങളിൽ അഡ്മിറ്റായി വന്നിരിക്കുന്ന 65,530 ടിക്കറ്റുകളായിരുന്നു എന്നുള്ളതാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. കേരളത്തിലും തീ പോലെ തന്നെയാണ് സിനിമ ആളിപ്പടരുന്നത്. ആദ്യ മണിക്കൂറുകളിൽ സിനിമ എങ്ങനെയാണ് പ്രതികരണം എന്നുള്ളതാണ് നോക്കുന്നത്. പിന്നീട് ഒന്നും തന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഗംഭീരമാണ്, ഹെവി പോസിറ്റീവ് ആണെങ്കിൽ. അപ്പോൾ അങ്ങനെങ്കിൽ എന്നുള്ള ഒരു പ്രയോഗം ഇവിടെ ആവശ്യമില്ല, ആയിരിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ കാത്തിരിക്കാം. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി UK, അയർലാൻഡിൽ 255 മുകളിലുള്ള സ്ക്രീനുകൾ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് മലയാളത്തിൻ്റെ ചരിത്ര സിനിമയാകാൻ, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്ന ചിത്രമായി മാറാൻ പോകുന്നു. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം കേരള തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ തിയേറ്റർ ലിസ്റ്റാണ് നമ്മൾ തംബ്നെയിലും ഒപ്പം ഇടയിലും കാണിച്ചിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഷോ കൗണ്ടുകളും ഒക്കെയാണ്. എന്താണ് ആദ്യ ഷോ കഴിയുമ്പോൾ ഇനി എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ഒക്കെ ആയി കൊയ്ത്ത് നമുക്ക് കാണാം. വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.